അഹമ്മദാബാദിൽ യാത്രാവിമാനം തകർന്നു വീണ് 241 മരണമാണ് സ്ഥിരീകരിച്ചത്. അതിൽ 242 പേരിൽ ഒരാൾ പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ ടാറ്റ ഗ്രൂപ്പ് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രേണുക, എന്തായാലും 1 കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും ജീവൻ നഷ്ടമായി. ഇപ്പോൾ ഈ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിൻ്റെ നില എങ്ങനെയാണ്? വലിയ രീതിയിൽ അദ്ദേഹം നടന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? അതോടൊപ്പം ഈ DNA സാമ്പിളുകൾ ശേഖരിക്കുന്ന നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രേണുക. നിലവിൽ കാളിദാസൻ ഇപ്പോൾ 241 എന്നാണ് ഒരു മരണനിരക്ക് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരാൾ രക്ഷപ്പെട്ടു. അത് രക്ഷപ്പെട്ടത് ഒരു ലണ്ടൻ സ്വദേശി, ഒരു ബ്രിട്ടീഷ് സ്വദേശിയാണ്. രമേശ് വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. 40-കാരനാണ് രക്ഷപ്പെട്ടത്. കൃത്യമായ സമയത്ത് ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ടാവാം കൃത്യമായ സമയത്ത് ഈ 800 അടി താഴ്ചയിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഈ മരച്ചിലയിലേക്ക് തട്ടുന്നതിന് മുമ്പ് തന്നെ വിശ്വാസ് എടുത്ത് ചാടുകയായിരുന്നു. എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് എടുത്ത് ചാടുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മാത്രം ആ വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. എന്തായാലും വിമാനത്തിൽ നിന്നും ചാടിയതിനു ശേഷം അദ്ദേഹം നടന്നു തന്നെ പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ കണ്ടതാണ്. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ്. ഇന്ത്യയിൽ ബന്ധുക്കളെ കാണാൻ ഇന്ത്യയിൽ എത്തിയത് തന്നെ ബന്ധുക്കളെ കാണാനാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരനും രമേശ് വിശ്വാസ് കുമാറും അദ്ദേഹത്തിൻ്റെ സഹോദരനും ഇന്ത്യയിൽ എത്തിയത് ബന്ധുക്കളെ കാണാനായിട്ടാണ്. ഇന്ത്യയിൽ നിന്നും തിരികെ ലണ്ടനിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ DNA പരിശോധനകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെ DNA എല്ലാം പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സംഭവം നടന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് മാത്രം 204 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള മൃതദേഹങ്ങളും ഇതിനോടൊപ്പം കണ്ടെത്തിയാണ് 241 പേർ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ എന്തായാലും ഇപ്പോൾ DNA പരിശോധനയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നാളെ വൈകിട്ടുള്ളിൽ തന്നെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് DNA ഫലം പൂർത്തീകരിച്ച് അതാത് കുടുംബങ്ങളിലേക്ക് ഈ മൃതദേഹം എത്തിക്കാനുള്ള നടപടികളിലേക്കെല്ലാം ഗുജറാത്ത് ഗവൺമെൻറ് ഒരുങ്ങുകയാണ്. എന്തായാലും ധനസഹായമായിട്ട് തന്നെ ഈ അപകടത്തെ തുടർന്ന് ധനസഹായമായി തന്നെ ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു പിന്തുണയും ഒരു ധനസഹായം ഉറപ്പായും നൽകുന്നതാണ്. മരിച്ചവരുടെ എല്ലാ കുടുംബത്തിനും 1 കോടി രൂപ വെച്ച് ധനസഹായം നൽകിയും അതോടൊപ്പം തന്നെ പരിക്കേറ്റവരുടെ തുടർ ചികിത്സയും ഈ മെഡിക്കൽ കോളേജിലെ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലുണ്ടായ അപകടത്തിൽ ഈ ഹോസ്റ്റല് പുനർനിർമ്മിച്ചു കൊടുക്കുക എന്നീ കാര്യങ്ങളിലേക്കെല്ലാം ടാറ്റ ഗ്രൂപ്പും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ ഈ വാർത്തയിലെ ഒരു അപ്ഡേഷൻ എന്ന് നോക്കുകയാണെങ്കിൽ DNA പരിശോധനയെല്ലാം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 241 പേരുടെ DNA പരിശോധന കണ്ടെത്തേണ്ടതുണ്ട്, കുടുംബങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈ മൃതദേഹങ്ങൾ അധികം താമസിക്കാതെ നാളെ വൈകിട്ടിനുള്ളിൽ എത്തിക്കണം എന്നുള്ളൊരു ആശയത്തിലേക്ക് തന്നെയാണ് ഗുജറാത്ത് ഗവൺമെൻറ്റും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും നാളെ വൈകിട്ടോടുകൂടി തന്നെ DNA പരിശോധന ഫലങ്ങളെല്ലാം പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ തുടങ്ങുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നൊരു വിവരം DNA ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണെങ്കിൽ ഈ പരിക്കേറ്റ് അല്ലെങ്കിൽ ഈ ഹോസ്റ്റലിൽ മൊത്തം മുഴുവനായി 5 വിദ്യാർത്ഥികളാണ് ഈ ഹോസ്റ്റലിൽ മരിച്ചവർ. അതിൽ 30 പേർ ആദ്യം തന്നെ ചികിത്സ തേടിയിരുന്നു. ഇപ്പോൾ 50 പേരിലേക്കും ചികിത്സയിലെത്തിയിട്ടുണ്ട്. അതിൽ ICUവിലും വെന്റിലേറ്ററിലുമായും ചികിത്സയിൽ കഴിയുന്നവരുമുണ്ട്. അവരുടെ ആരോഗ്യനിലയിലടക്കം ചില ആശങ്കകളുണ്ട്. അതെല്ലാം എന്തായാലും നോക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 55 എന്ന് പറയുമ്പോൾ ചെറിയ പാടുകളോടെ അല്ലെങ്കിൽ ചെറിയ മുറിവുകളോടെ ഈ പരിക്കോടെ ആശുപത്രിയിൽ പ്രവേശിച്ചവരുമുണ്ട്. അതോടൊപ്പം തന്നെ അതിതീവ്ര മേഖലയിൽ കഴിയുന്നവരുമുണ്ട്. എന്തായാലും ഈ ഒരു കാര്യങ്ങളിലെല്ലാം ഈ ആശങ്കയിലൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട്. എന്തായാലും അവരുടെ ആരോഗ്യ നിലവാരം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഹോസ്റ്റലിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഒരു അപ്ഡേഷനാണ് നിലവിൽ ഈ വാർത്തയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. കാളിദാസൻ. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. DNA സാമ്പിളുകൾ അടക്കം ശേഖരിച്ചു. DNA പരിശോധനയൊക്കെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നാളെ വൈകിട്ടോടുകൂടി അതിനെ സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തത വരും. ആരൊക്കെയാണ്, എത്തരത്തിലൊക്കെയാണ്, എങ്ങോട്ടൊക്കെയാണ്, ഏതൊക്കെ യാത്രക്കാരാണ്, ഏതൊക്കെ സംസ്ഥാനത്ത് നിന്നുള്ള യാത്രക്കാരാണ് അതിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ അതോടൊപ്പം രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിൻ്റെ ആരോഗ്യനിലയും വലിയ ആശങ്കയില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. 5 മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം മരിച്ചിരുന്നു. അവരെ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരാൾ മാത്രമാണ് ആ ഒരു അപകടത്തെ അതിജീവിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നത്.